ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസുകൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കാണാം. എന്താ? ഞാൻ നാളെ സ്കൂളിൽ പോകും. ഞാൻ നാളെ സ്കൂളിൽ പോകും. ഇവിടെ ഞാൻ എന്ന് പറയുമ്പോൾ എന്താ? ഞാൻ, ഐ. നാളെ, ടുമോറോ. പോകും. അപ്പോൾ ഇവിടെ ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് പോകും. ഫ്യൂച്ചർ പറയുവാണ്. അപ്പോൾ ഫ്യൂച്ചർ ടെൻസിന് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ആകുമ്പോൾ വിൽ ഗോ എന്ന് ചേർക്കും. വിൽ ഗോ. അപ്പം ഞാനിവിടെ എഴുതാം. ഞാൻ നാളെ സ്കൂളിൽ പോകും. ഐ വിൽ ഗോ ടു സ്കൂൾ tomorrow. I will go to school tomorrow. ഞാൻ വിൽ ഗോ. ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് വിൽ ഗോ വന്നു. എങ്ങോട്ടാ? സ്കൂൾ എപ്പോഴാ? നാളത്തെ കാര്യം പറഞ്ഞാൽ ടുമാറോ എന്ന് പറഞ്ഞാൽ ടുമോറോ. ഇനി സെക്കൻഡ് പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ്, അവൻ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കും. ഇതെങ്ങനെയാണ് നമ്മൾ പറയണ്ടേ? അവൻ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇംഗ്ലീഷ് ഫോം എഴുതാൻ പോവുകയാണ്. ഇതും കളിക്കും ഫ്യൂച്ചർ ടെൻസ് ആണ്. നമ്മളിന്ന് പഠിക്കുന്നത് ഇവിടെ എല്ലാം ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ കളിക്കും എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പം അവൻ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവൻ എന്ന് പറയുമ്പം ഹീ വൈകുന്നേരം ഇൻ ദ ഈവനിങ് ക്രിക്കറ്റ് കളിക്കും പിന്നെ വിൽ പ്ലേ. കളിക്കുന്ന വെച്ചാൽ വിൽ പ്ലേ. അപ്പം ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. സെൻറ്റൻസ് ആക്കിയിട്ട് ഹീ വിൽ പ്ലേ ക്രിക്കറ്റ്. He will play cricket in the evening. He will play cricket in the evening. In the third point, ഇന്ന് രാത്രി അവർ ഒരു സിനിമ കാണും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം? ഇന്ന് രാത്രി. ഇന്നെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയണില്ല. ഇന്നിൻ്റെ ഇംഗ്ലീഷ് ഫോം എന്താ? ടുഡേ. ഇന്നെന്ന് പറഞ്ഞാൽ ടുഡേ. അപ്പോൾ ഇന്ന് രാത്രി എന്ന് ഉദ്ദേശിച്ച് പറയുമ്പോൾ നമുക്കതിനെ ടുഡേ നൈറ്റ് അല്ലെങ്കിൽ ടു നൈറ്റ് എന്ന് പറയാം. ടുഡേ നൈറ്റ് അല്ലെങ്കിൽ ടു നൈറ്റ്. അവർ. ഇവിടെ അവരാണ്, അവനോ അവളോ അല്ല, അവരാണ് പറഞ്ഞിരിക്കുന്നത്. അവർ. അപ്പോൾ അവരുടെ ഇംഗ്ലീഷെന്ന് വെച്ചാൽ അവർ എന്ന് പറയുമ്പോൾ ദേ, അല്ലാതെ ഷിയോ ഹിയോ. ഇവിടെ അവർ, അവൾ, അവനൊന്നും അല്ല. അപ്പോൾ അവരായതുകൊണ്ടാണ് നമ്മൾ ദേ യൂസ് ചെയ്യുന്നത്. ഒരു സിനിമ കാണും. അപ്പം അവരൊരു സിനിമ കാണും. എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ നമ്മളിവിടെ ഇംഗ്ലീഷ് ഒരു സിനിമ. അപ്പോൾ ഇവിടെ നമ്മൾ മൂവി എന്നാക്കാം. മൂവി. ഇപ്പോൾ 2 സിനിമയാണെങ്കിൽ 2 മൂവീസ് എന്ന് എഴുതാം. പക്ഷേ ഇത് ഒരു സിനിമയാണ് മൂവി എന്ന് എഴുതാം. കാണുമ്പോൾ എന്താ? നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ ഇന്ന് അവർ വാച്ച് ചെയ്യും. അപ്പോൾ ഞാൻ ഇതിൽ ഇംഗ്ലീഷിലോട്ട് എഴുതാൻ പോവുകയാണ്. They will watch a movie. Tonight. ഇവിടെ ടു നൈറ്റ് വന്നു. ഇന്ന് രാത്രി എന്ന് പറയുന്നത് ടു നൈറ്റ് എന്നല്ല നമുക്ക്. അപ്പോൾ ഇന്ന് വിൽ വാച്ച് ഫ്യൂച്ചർ ടെൻസ്. ഒരു മൂവി ടു നൈറ്റ്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, ഞങ്ങൾ
ഞങ്ങൾ ഒരുമിച്ച് അത്താഴം. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ചില നാടുകളിൽ അത്താഴം എന്നായിരിക്കുമല്ലോ പറയണത്, ചില നാടുകളിൽ വേറെ ഭാഷ. അപ്പം ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് അത്താഴം കഴിക്കും. ഞങ്ങൾ ഒരുമിച്ച് അത്താഴം കഴിക്കും. ഇതിൻ്റെ ഇംഗ്ലീഷിലോട്ട് നമ്മളിത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എങ്ങനെയായിരിക്കും? ഞങ്ങൾ ഒരുമിച്ച് അത്താഴം കഴിക്കും. ഞങ്ങൾ, ഇവിടെ ഞങ്ങൾ വരും. അപ്പോൾ ഞങ്ങൾ എന്ന് പറയുമ്പം നിങ്ങൾ എന്തായിരിക്കും യൂസ് ചെയ്യേണ്ടത്? ഇവിടെ അയ്യോ യു ഒന്നുമല്ല. ഐ എന്ന് പറയുമ്പോൾ ഞാൻ, നിങ്ങൾ അതൊന്നും അല്ല. ഞാനാണെങ്കിൽ ഐ, നിങ്ങളാണെങ്കിൽ യു. ഇതിപ്പോൾ ഞങ്ങളാകുമ്പോൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഞങ്ങളാകുമ്പോൾ വി. ഒരുമിച്ചിൻ്റെ ഇംഗ്ലീഷ് മീനിങ് എന്താ? ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ടുഗദർ. ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ടുഗദർ കേട്ടോ. പക്ഷേ ഇവിടെ ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് വി ടുഗദർ അങ്ങനെയല്ല എഴുതാം. നമ്മൾ അങ്ങനെ എഴുതിക്കൂടാ. ഇംഗ്ലീഷിലോട്ട് അത് മാറ്റുമ്പം അത് ടുഗദർ ചിലപ്പോൾ ഇപ്പുറത്തായിരിക്കും വരുന്നത്. കാര്യം അതിൻ്റെ കണക്റ്റഡ് വേർഡ്സ് എല്ലാം ചേരുമ്പോൾ അതങ്ങനെ ആയിരിക്കും. ഇതേപോലെ നമ്മൾ എഴുതി വെക്കരുത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അത്താഴം കഴിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെ? ഇപ്പോൾ ഒരുമിച്ച് അത്താഴം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറഞ്ഞത് ഡിന്നർ. കഴിക്കും. അതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ അതായത് നമുക്ക് എന്താ വിൽ ഈറ്റ് ആണ്. അത് ഫ്യൂച്ചർ ടെൻസ് ആണ് വിൽ ഈറ്റ് എന്ന് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ എഴുതാൻ പോവാണ്. വി വിൽ ഈറ്റ് dinner. We will eat dinner together. We will eat dinner together. അപ്പോൾ ഇത് 4th പോയിന്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 5th പോയിന്റോട്ട് നോക്കാം. 5th പോയിന്റ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ഇടണം. അപ്പോൾ ഞാനിത് റിപ്ലൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. അവൾ ആത്മവിശ്വാസത്തോടെ ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ആത്മവിശ്വാസത്തിൻ്റെ ഇംഗ്ലീഷ് എന്താ? കോൺഫിഡൻറ്റ് കേട്ടോ, കോൺഫിഡൻറ്റ്. അവൾ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് വായിക്കും. അപ്പോൾ ഇതെന്താ? അവൾ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് വായിക്കും. അവൾ എന്താ? അവൾ ഷീ. ഞാൻ പറഞ്ഞു ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻറ്റ്. വായിക്കും എന്താ? വിൽ റീഡ് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഇംഗ്ലീഷിലോട്ട് എഴുതാം. ഷീ will read ഇംഗ്ലീഷ്. ഇപ്പോൾ ഇത് ഇംഗ്ലീഷ് ഒരു ഇത് ഇവിടെ ക്യാപിറ്റൽ ആവണം കേട്ടോ. കാര്യം ഇംഗ്ലീഷ് ഒരു മെയിൻ സബ്ജക്റ്റാണ്. അപ്പോൾ ക്യാപിറ്റൽ വരും. ഷീ വിൽ റീഡ് ഇംഗ്ലീഷ് കോൺഫിഡൻ്റ്ലി. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഷീ വിൽ റീഡ് ഇംഗ്ലീഷ് കോൺഫിഡൻ്റ്ലി. ഇത് സി ആണ്. കോൺഫിഡൻ്റ്ലി. അവൾ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് വായിക്കും. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. പക്ഷികൾ ആകാശത്ത് പറക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പക്ഷികളെ എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? പക്ഷികൾ ആകാശത്ത് പറക്കും. പക്ഷികൾ എന്ന് വെച്ചാൽ എന്താ? ബേർഡ്സ്. ആകാശം സ്കൈ, പറക്കുക ഫ്ലൈ. അപ്പോൾ പക്ഷികൾ നമുക്ക് എഴുതാം. പക്ഷികൾ ബേർഡ്സ് will fly in the
sky. Birds will fly in the sky. The next point. ഞാൻ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പഠിക്കും. അപ്പോൾ ഇതെങ്ങനെയാ? ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. എല്ലാ ദിവസവും ഇംഗ്ലീഷ് വേർഡ് എവ്രി ഡേ. ഞാൻ എല്ലാ ദിവസവും എവ്രി ഡേ ഇംഗ്ലീഷ് പഠിക്കും. എന്ന് പറയണത് എന്താ? സ്റ്റഡി. പഠിക്കുന്ന പറഞ്ഞാൽ എന്താ? സ്റ്റഡി. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പഠിക്കും, അല്ലെങ്കിൽ ലേൺ. പഠിക്കുക, സ്റ്റഡി, അല്ലെങ്കിൽ ലേൺ. ഞാൻ നമുക്ക് ഇംഗ്ലീഷിലോട്ട് എഴുതാം. I will learn English every day. എല്ലാ ദിവസവും എവ്രി ഡേ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. കുഞ്ഞ് ഉടൻ ഉറങ്ങും. കുഞ്ഞിനെന്താ പറയണ? ബേബി. കുഞ്ഞ് ഉടൻ ഉറങ്ങും. ഉടൻ ഉറങ്ങും. ഉടൻ എന്ന് വെച്ചാൽ എന്താ? ഉടൻ, സൂൺ. ഉടൻ്റെ മീനിങ് എന്താ? ഇംഗ്ലീഷിലോട്ട് പറയുമ്പോൾ സൂൺ. ഉറങ്ങും എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് എന്താ? കുഞ്ഞ് ഉടൻ ഉറങ്ങും. അപ്പോൾ അവിടെ വില്ല് വരുമല്ലോ, ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട്. നമുക്ക് നോക്കാം ഇങ്ങനെ എഴുതേണ്ടതെന്ന്. കുഞ്ഞ് ഉടൻ ഉറങ്ങും. ഇവിടെ നമ്മൾ ദ ബേബി ചേർക്കണം. ദ ബേബി വിൽ. ഈ വില്ല് വരുന്നത് എന്താ? ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ടാണ് വില്ല് വരുന്നത്. ദ ബേബി വിൽ സ്ലീപ് സൂൺ. ഉടൻ വന്നുകൊണ്ടാണ് ഇവിടെ സൂൺ എഴുതുന്നത്. ഉടൻ്റെ മീനിങ് ആണ് സൂൺ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ സൂൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ദി ബേബി വിൽ സ്ലീപ് സൂൺ. നമുക്ക് അടുത്ത പോയിന്റ് പറയാം. അടുത്ത പോയിന്റ് എന്താ? എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ ജോലിക്ക് പോകും. ഇത് നമ്മുടെ എൻ്റെ എന്നാണ് വന്നത്. എൻ്റെ. അപ്പോൾ എൻ്റെ എന്ന് പറയുമ്പോൾ എന്താ? മൈ. അച്ഛൻ ഫാദർ. ജോലി എന്ന് പറയുന്നത് വർക്ക്. പോകും ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ എന്താ? വിൽ ഗോ. അല്ല, ഓരോ വേർഡ്സ് എടുത്ത് പറഞ്ഞുണ്ട്. എൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ? മൈ ഫാദർ. ജോലി, വർക്ക്. ലാസ്റ്റ് പോകും എന്നുള്ളത് വിൽ ഗോ ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇത് എഴുതാം. My father will go to work. My father will go to work. ഞാൻ അടുത്ത പോയിന്റ് നോക്കാം. ഞാൻ വെള്ളം കുടിക്കും. ഇവിടെ ഞാൻ എന്താ? ഐ. വെള്ളം, വാട്ടർ. കുടിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂച്ചർ ടെൻസ്. വിൽ ഡ്രിങ്ക്. അപ്പോൾ എന്താ പറയണേ? ഞാനത് ഇംഗ്ലീഷിലോട്ട് എഴുതാം. ഐ വിൽ ഡ്രിങ്ക്. കുടിക്കയുടെ ഇംഗ്ലീഷ് വേർഡ് ഡ്രിങ്ക് എന്നാണ്. ഐ വിൽ ഡ്രിങ്ക് വാട്ടർ.
അപ്പോൾ നമ്മളിന്ന് ടോട്ടൽ 10 സെൻറ്റൻസസ് പഠിച്ചു. എല്ലാം ഫ്യൂച്ചർ ടെൻസ് ആണ് ടോട്ടൽ 10 സെൻറ്റൻസും പഠിച്ചത്. അപ്പോൾ അത് അത് ഈസിയാണ്. കൂടുതൽ നമ്മുടെ ഫ്യൂച്ചർ ടെൻസിൽ എപ്പോഴും വില്ല് ചേർക്കുക. അത് മെയിനായിട്ട് ഫ്യൂച്ചർ ടെൻസ് ആകുമ്പോഴേ വിൽ ചേർക്കണം. പിന്നെ അതിൻ്റെ ടെൻസ് അനുസരിച്ചിപ്പം ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ വിൽ ചേർക്കണം, അങ്ങനെയല്ല. ചിലപ്പോൾ വുഡ് ആയിരിക്കാം. അത് നോക്കണം. അതിൻ്റെ സെൻറ്റൻസ് വായിച്ച് നോക്കിയിട്ട് നമ്മൾ അതനുസരിച്ചിട്ട് ഫ്യൂച്ചർ ടെൻസ്, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസായിട്ട് ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു കാര്യം, വില്ലിൻ്റെ കാര്യം നിങ്ങൾ മറക്കരുത്. വില്ലെപ്പോഴും മനസ്സിൽ വെച്ചേക്കണം. പിന്നെ ഇത് കണ്ടു, ഞാൻ നാളെ സ്കൂളിൽ പോകും. ഐ വിൽ ഗോ ടു സ്കൂൾ ടുമോറോ. അവൻ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കും. ഹി വിൽ പ്ലേ ക്രിക്കറ്റ് ഇൻ ദ ഈവനിങ്. ഇന്ന് രാത്രി അവർ സിനിമ കാണും. ദേ വിൽ വാച്ച് എ മൂവി ടു നൈറ്റ്. ഞങ്ങൾ ഒരുമിച്ച് അത്താഴം കഴിക്കും. വി വിൽ ഈറ്റ് ഡിന്നർ ടുഗദർ. അവൾ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് വായിക്കും. ഷീ വിൽ റീഡ് ഇംഗ്ലീഷ് കോൺഫിഡൻ്റ്ലി. പക്ഷികൾ ആകാശത്ത് പറക്കും. ബേർഡ്സ് വിൽ ഫ്ലൈ ഇൻ ദ സ്കൈ. ഞാൻ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പഠിക്കും. ഐ വിൽ ലേൺ ഇംഗ്ലീഷ് എവറി ഡേ. കുഞ്ഞു ഉടൻ ഉറങ്ങും. ദ ബേബി വിൽ സ്ലീപ്പ് സൂൺ. എൻ്റെ അച്ഛൻ ജോലിക്ക് പോകും. മൈ ഫാദർ വിൽ ഗോ ടു വർക്ക്. ഞാൻ വെള്ളം കുടിക്കും. ഐ വിൽ ഡ്രിങ്ക് വാട്ടർ. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത ക്ലാസ്സുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ.